ഇന്ന് ഡി കോഡിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മീഡിയ വൺ ഡൽഹി റീജിയണൽ ചീഫായ ഡി ധനുസുമോദിന്റെ വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് ക്രൈസ്തവർ നേരിടുന്ന അതിക്രമത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. ക്രിസ്ത്യൻ ആചാരപ്രകാരം സംസ്കരിച്ച മൃതദേഹം വർഗീയവാദികൾ കുഴി തോണ്ടി പുറത്തെടുത്തു എന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ. 23 സ്ഥലങ്ങളിൽ വിവിധ സംഘടനകൾ പ്രശ്നമുണ്ടാക്കിയതായും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്നു. മൃതദേഹം സംസ്കരിക്കാൻ പോലും വർഗീയ സംഘടനകൾ അനുവദിക്കില്ല എന്നാണ് തെളിവുകൾ നിരത്തിയാണ് USFന്റെ വാദം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ ഓരോ സംഭവവും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് UCF. കുഴി തോണ്ടിയെടുത്ത മൃതദേഹങ്ങൾ കത്തിച്ച സംഭവമുണ്ട് പലയിടത്തും. മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 40 ഇടത്താണ് കഴിഞ്ഞ വർഷം പ്രശ്നമുണ്ടായത്. ഇവയിൽ 30 എണ്ണവും ഛത്തീസ്ഗഡിലായിരുന്നു. ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിൽ ഈ മാസം 15-നുണ്ടായ സംഭവം കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദേവതയുമായി ബന്ധമുള്ള ഭൂമിയിലാണ് സംസ്കരിച്ചതെന്ന് ആരോപിച്ച് മൃതദേഹം പുറത്തെടുത്തു. സംസ്കരിക്കാൻ വർഗീയ സംഘടനകൾ അനുവദിക്കാതിരുന്നതിനെ തുടർന്ന് നവംബർ മാസത്തിൽ ഇതേ ജില്ലയിൽ 3 ദിവസം പല ഗ്രാമങ്ങളിലും മൃതദേഹം കൊണ്ട് നടക്കേണ്ടി വന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ഒഡീഷയിൽ മൃതദേഹം കുഴിച്ചെടുത്ത് കാട്ടിലെത്തിച്ച് കത്തിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അടിച്ചോടിച്ച ശേഷമായിരുന്നു ഈ ക്രൂര കൃത്യം എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്ക് വിശദമായി തന്നെ ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടെ പരിശോധിക്കാം എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന്. അതായത് ഈ ശവസംസ്കാരത്തെ ചൊല്ലിയുള്ള പരാതികൾ 2025 നവംബർ വരെ മാത്രമുള്ള കണക്കുകളാണ് പറയുന്നത്. 2025 മാത്രം 23 പരാതികളാണ് ഉണ്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് സംസ്ഥാനങ്ങൾ തിരിച്ച് പരിശോധിക്കാൻ. ഛത്തീസ്ഗഡിൽ 19, അടുത്ത സംസ്ഥാനം പരിശോധിക്കുകയാണ് എങ്കിൽ ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ 2 പരാതികൾ, ഒഡീഷയിൽ 1 പരാതിയുമാണ് നിലവിൽ വന്നത്. പശ്ചിമ ബംഗാളിലും 1 പരാതിയാണ് നിലവിൽ വന്നത്. 2024 ഈ സംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള ഈ ശവസംസ്കാരത്തെ ചൊല്ലിയുള്ള പരാതികൾ എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ 2020 അത് 40 ആയിരുന്നു. 2020 ഛത്തീസ്ഗഡിൽ 30 പരാതികളാണ് വന്നത്. പിന്നീട് ജാർഖണ്ഡിൽ 6, ഒപ്പം തന്നെ ബീഹാറിലും കർണാടകയിലും 4 വീതവും ഒപ്പം തന്നെ പരാതികൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. മൃതദേഹം കുഴി തോണ്ടിയെടുത്ത് കത്തിച്ചത് ഒഡീഷയിലെ നബ്ഗരൂരിൽ ജില്ലയിലാണ്. അത് കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് ഇത്തരത്തിലൊരു സംഭവം അവിടെയും ഉണ്ടായത്. അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് UCF ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. എന്തായാലും ഈ വാർത്ത പുറം ലോകത്തെത്തിച്ച ധനുസുമോദ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ധനുസുമോദ്, രാജ്യം തന്നെ ഞെട്ടിത്തരിച്ച ഒരു റിപ്പോർട്ടായിരുന്നു ഇന്ന് ധനുസുമോദ് റിപ്പോർട്ട് ചെയ്തത്. അത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു. എന്താണ് പ്രധാനമായും UCFന്റെ കണക്കുകളിൽ പറയുന്നത്? അജി കുഞ്ഞുമോൻ, ഈ ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ അതിക്രമം അത് ഒരു നിത്യസംഭവം എന്ന രീതിയിൽ പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അതിക്രമം നേരിടേണ്ടി വരുന്നത് ഈ ക്രിസ്മസ് കാലത്ത് തന്നെയാണ്. ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ, അതായത് ക്രിസ്മസ് ദിനത്തിൽ തന്നെ, ക്രിസ്മസ് ദിനവും അതിൻ്റെ തലേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും അടങ്ങുന്ന ഈ ഒരു 3 ദിവസം തന്നെ ഒരു 50ഓളം അതിക്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സാധാരണ ഈ ക്രിസ്മസ് വിശ്വാസികളെ ആക്രമിക്കുന്നു. അവർ ഏതെങ്കിലും ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടി ഒരു വീട്ടിൽ ഒരു സമൂഹ പ്രാർത്ഥന നടത്തിയാൽ അതിനെ ആക്രമിക്കുന്നു. അതിനുശേഷം ഇവർ നേരിടേണ്ടി വരുന്നത് പോലീസിൻ്റെ കേസ് കൂടിയാണ്. അവർ മതപരിവർത്തനത്തിന് വന്ന ആൾക്കാരാണ് എന്ന രീതിയിലാണ് കേസെടുക്കുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള അക്രമമാണ് നേരിടുന്നതെങ്കിൽ നാടിനെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ സംഘടന അയച്ചിരിക്കുന്ന, UCF അയച്ചിരിക്കുന്ന കത്തിലൂടെ ഒരു പുതിയ വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ, സംസ്കരിച്ച മൃതദേഹങ്ങൾ അത് കുഴിയിൽ നിന്നും തോണ്ടിയെടുത്ത് കത്തിച്ച് കളയുന്നു എന്നൊരു വാർത്ത തന്നെയാണ്. ഇത് ഒരു നാടിനെ തന്നെ മൊത്തം ഞെട്ടിപ്പിക്കുന്ന, ഒരു ഇന്ത്യയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ തരത്തിലുള്ള മൃതദേഹങ്ങൾ കുഴിയിൽ നിന്ന് തോണ്ടിയെടുക്കുന്നുള്ളത്. ഇത് ഛത്തീസ്ഗഡിലാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കൂടുതലുണ്ടാകുന്നത്. കാര്യം, ഒരു ശവസംസ്കാരം നടത്തി കഴിയുമ്പോൾ ഈ മൃതദേഹം സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ കടന്നു വരികയാണ്. അവർ ഈ ഖർവാപ്പസി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ കാങ്കർ ജില്ലയിൽ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഒടുവിൽ നടന്നതായിട്ട് ഒരു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ അവിടെ എത്തുകയും അവിടെ ഒരു കൃഷിഭൂമിയിലായിരുന്നു ഈ വിശ്വാസികളെ, ക്രിസ്തുമത വിശ്വാസികളുടെ അവരുടെ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമിയിലായിരുന്നു ഈ മൃതദേഹം സംസ്കരിച്ചിരുന്നത്. പക്ഷേ ഒരു കാരണവശാലും ആ ഭൂമിയിൽ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ല, ഈ ക്രിസ്തുമത വിശ്വാസപ്രകാരമുള്ള ഒരു അന്തിമകർമ്മങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസ്കരിച്ച സ്ഥലത്ത് നിന്ന് കുഴിയിൽ നിന്നും മൃതദേഹം വലിച്ച് പുറത്തിട്ട് ഈ അവരുടെ ഉണ്ടായിരുന്ന സ്ത്രീകളടക്കമുള്ളവരെ തല്ലി ഓടിച്ചുകൊണ്ട് ഇവർ മൃതദേഹവും കൊണ്ടുപോകുന്ന ഒരു
കാഴ്ചയാണ് കാണുന്നത്. ഒഡീഷയിലായാലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതായത് ഒഡീഷയിലും മൃതദേഹം കുഴിച്ചിട്ട മൃതദേഹം കുഴിയിൽ നിന്നും തോണ്ടിയെടുക്കുകയും അത് ഒരു കാട്ടിൽ കൊണ്ടുപോയി കത്തിച്ച് കളയുകയാണ് ചെയ്തത്. കാര്യം ഒരു മരണം ഒരു വസതിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ ആ വീട്ടിലെ ആളുകൾ അവർ തന്നെ ഒരു മാനസികമായി ഒരു തകർന്ന നിലയിലായിരിക്കും. പക്ഷേ അവർക്ക് കൂടുതൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഛത്തീസ്ഗഡിലെ തന്നെ ഒരു പ്രദേശത്ത് സംഭവിച്ച ഒരു മരണാനന്തര ചടങ്ങിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു കാരണവശാലും ക്രിസ്തുമത ആചാരപ്രകാരം സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു അവർ പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഒരു പ്രധാനമായും അവർ വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ് മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കാം, പക്ഷേ ഹിന്ദുമത ആചാരപ്രകാരം വേണം ഈ മൃതദേഹം സംസ്കരിക്കണമെന്ന്. അതായത് ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ പിന്തുടർന്നുവന്ന ഒരു മതം അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന രീതിയിൽ തന്നെ ഒരു ജീവിച്ചു വരുന്ന ഒരു മതത്തിൻ്റെ ഒരു അന്തിമമായ കർമ്മം ഒരു നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന വഴിയാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ഇടപെടുന്നതും. അതൊരു കാരണവശാലും വിശ്വാസപരമായിട്ടുള്ള ക്രിസ്ത്യൻ മതം അനുസരിച്ചുള്ള ഒരു വിശ്വാസ പ്രകാരമുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കില്ല എന്ന് പറഞ്ഞ് അവർ വരുന്നത്. ഇത് കേവലം 1-2 പേരല്ല, ഒരു വസതിയിലേക്ക് 50-100 പേര് ആളുകളാണ് ഒരുമിച്ച് ഇരച്ചെത്തുന്നതും അവർ ഈ വിശ്വാസികളായ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും മൃതദേഹ സംസ്കാരം ഒരിക്കലും ഇവിടെ വിശ്വാസമനുസരിച്ച് തന്നെ നടത്തില്ല എന്ന് പറയുകയും ചെയ്തത്. ഈ കാങ്കർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടാകുന്നത്. മാത്രമല്ല ഇത് ഒഡീഷയിലും ജാർഖണ്ഡിലും ബീഹാറിലും ബംഗാളിലും ഇത്തരത്തിലുള്ള ഒരു മതവിശ്വാസ പ്രകാരം സംസ്കാരം നടത്തുന്നതിന് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ബജറംഗദളും BJPക്കാരും ബജറംഗദളും RSS സംഘപരിവാർ പ്രവർത്തകരും എത്തിച്ചു നൽകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു രീതിയിലും തങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല എന്ന രീതിയിൽ പറഞ്ഞ് കൈയൊഴിയുകയാണ് BJP ചെയ്യുന്നത്. പക്ഷേ അവിടെ പോലും പ്രധാനമായും ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങ് പള്ളിയിൽ വരുന്നുണ്ട്, 2023-ലും 24-ലും 25-ലും പള്ളിയിൽ വരുന്നു, പക്ഷേ ഈ തരത്തിലുള്ള ഒരു മൃതദേഹം സംസ്കരിക്കാൻ പോലും അനുവദിക്കാതിരിക്കുന്ന അങ്ങയുടെ അണികളോട് ഈ തരത്തിലുള്ള ഒരു മൃതദേഹം കുഴിയിൽ നിന്ന് എടുത്ത് അത് നശിപ്പിക്കുന്നത് അതെങ്കിലും അവസാനിപ്പിക്കണം. അങ്ങനെയെങ്കിലും ഒരു വാക്ക് ഇവരോട് ഒരു നോ പറയാൻ നരേന്ദ്രമോദി തയ്യാറാകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അത് നീ എത്രത്തോളം ഒരു പ്രാവർത്തികമാകും സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തവണയും ക്രിസ്മസിന് കേക്കുമായിട്ടും ഒപ്പം തന്നെ ദേവാലയങ്ങളിലും സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹീനകൃത്യം ചെയ്യുന്ന സംഘടനകളുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന ഹീനകൃത്യങ്ങൾക്ക് എന്തു മറുപടിയാണ് പ്രധാനമന്ത്രിക്ക് നൽകാനുള്ളത് എന്നുള്ളൊരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ധനുസുമോദാണ് ഈ സുപ്രധാനമായ വാർത്ത രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തത്.